വിവാദങ്ങൾ അവസാനിക്കത്തേടമായി കേരള സർവകലാശാല മാറുകയാണ്. സർവകലാശാല വീണ്ടും ഒരു ഗുരുതര വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. സർവകലാശാലയിലെ സംസ്കൃത വകുപ്പ് ഇപ്പോൾ ജാതി അധിക്ഷേപ ആരോപണങ്ങളുടെ ചുഴിയിലാണ്. വകുപ്പ് മേധാവിയായ ഡോക്ടർ CN വിജയകുമാരിക്കെതിരെ PhD ഗവേഷകൻ വിപിൻ വിജയൻ ഉന്നയിച്ച ജാതി അധിക്ഷേപ പരാതിയാണ് വിവാദമായത്. ഒക്ടോബർ 5-ന് വിപിന്റെ പ്രബന്ധത്തെക്കുറിച്ച് ഓപ്പൺ ഡിഫൻസ് നടന്നിരുന്നു. എന്നാൽ മൂല്യനിർണ്ണയ സമിതി ചെയർമാൻ അംഗീകരിച്ച വിപിന്റെ PhD പ്രബന്ധം നിലവാരമില്ലാത്തതാണെന്നും ഗവേഷകന് സംസ്കൃതം അറിയില്ലെന്നും കാണിച്ച് ഡീൻ ഡോക്ടർ CN വിജയകുമാരി വൈസ് ചാൻസലർക്ക് കത്ത് നൽകി. ഇതിന് പിന്നാലെ ജാതി വിവേചനമാണ് ഈ നടപടികൾക്ക് പിന്നിലെന്ന ആരോപണവുമായി വിപിൻ രംഗത്തെത്തി. MPhil പ്രബന്ധം ഡോക്ടർ വിജയകുമാരിയുടെ തന്നെ മേൽനോട്ടത്തിലാണ് വിപിൻ പൂർത്തിയാക്കിയത്. പുലയന്മാർക്കും പറയന്മാർക്കും പഠിക്കാനുള്ളതല്ല സംസ്കൃതം എന്ന് പറഞ്ഞ് അപമാനിച്ചു എന്നാണ് വിദ്യാർത്ഥിയുടെ ആരോപണം. കൂടാതെ PhD ലഭിക്കുന്നത് കാണണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിലുണ്ട്. ഓപ്പൺ ഡിഫൻസിൽ വിജയകുമാരി മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നുവെന്നും MPhil പഠിക്കുമ്പോൾ തന്നെ പട്ടികജാതിയിൽപ്പെട്ടയാളെന്ന വേർതിരിവ് കാണിച്ചിരുന്നുവെന്നും വിപിൻ പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് അധ്യാപികയുടെ വാദം. അക്കാദമികമായ കാര്യം മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂവെന്നും ഡീൻ എന്ന നിലയിൽ മാത്രമാണ് പ്രവർത്തിച്ചതെന്നും വകുപ്പ് മേധാവി അവകാശപ്പെടുന്നു. സർവകലാശാല തെറ്റെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറാണെന്നും അവർ വ്യക്തമാക്കി. സംഭവത്തിൽ ജാതി അധിക്ഷേപ പരാതിയിൽ അടിയന്തര അന്വേഷണത്തിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥിയോട് പറഞ്ഞെന്ന് ആരോപിക്കപ്പെടുന്ന ഓരോ വാക്കും ഒരു അധ്യാപിക പറയാൻ പാടില്ലാത്തതാണ്. ജാതിയുടെ പേരിൽ അധിക്ഷേപം നടന്നിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടി നേരിട്ടേ മതിയാകൂ. ജാതി വേർതിരിവുകളുടെ പേരിലുള്ള വിഷവർത്തമാനങ്ങൾ ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത്തരം ജാതി അധിക്ഷേപങ്ങൾക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വരുന്നത് കേരളമാണ്.